വിശദമായ വാർത്തകളിലേക്ക് പ്രഭാത വാർത്തകൾ കടക്കുകയാണ്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലായിരിക്കുന്നു. ബംഗളൂരുവിൽ തിരിച്ചെത്തിയ പ്രജ്വലിനെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടുകയായിരുന്നു. പ്രജ്വലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മ്യൂണിക്കിൽ നിന്ന് പുറപ്പെട്ട ലുഫ്താൻസ എയർലൈൻ വിമാനം രാത്രി 12:48 ബംഗളൂരുവിലെത്തി. വിമാനത്തിൽ നിന്നിറങ്ങി ഇമിഗ്രേഷൻ പോയിന്റിലെത്തിയ പ്രജ്വൽ രേവണ്ണയെ CISF ഉദ്യോഗസ്ഥർ തടഞ്ഞു. പിന്നാലെ കാത്തിരുന്ന അന്വേഷണ സംഘത്തിന് പ്രജ്വലിനെ കൈമാറുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്ത പ്രജ്വലിനെ നിമിഷങ്ങൾക്കകം SIT ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് വൈകിട്ടോടെ പ്രജ്വലിനെ കോടതിയിൽ ഹാജരാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കേസെടുത്തതിനു പിന്നാലെ രാജ്യം വിട്ട പ്രജ്വൽ രേവണ്ണ 33 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷമാണ് ബംഗളൂരുവിൽ തിരിച്ചെത്തിയത്. അന്വേഷണത്തിലെ നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ പ്രജ്വൽ രേവണ്ണയെ വിശദമായി ചോദ്യം ചെയ്യണം. തെളിവുകൾ കൂടുതൽ ഭദ്രമാക്കണം. അതിനായി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകുകയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും ഷജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. കൂടുതൽ വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഒരു മാസത്തിന് ശേഷം ഇപ്പോൾ ബംഗളൂരിലെത്തിയ ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് രേവണ്ണ എത്തിയത്. എപ്പോഴായിരുന്നു അറസ്റ്റ് കൃത്യമായി രേഖപ്പെടുത്തിയത്? ഇനിയുള്ള നടപടികൾ എന്താണ്? അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ മാസമാണ് ലൈംഗികാതിക്രമ കേസിനെ തുടർന്ന് ജർമ്മനിയിലേക്ക് പ്രജ്വൽ രേവണ്ണ കടന്നത്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഇന്നലെ കൃത്യം അർദ്ധരാത്രിയോടെ വിമാനത്താവളത്തിലെത്തുന്നു. വിമാനമിറങ്ങിയ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു പ്രത്യേക പോലീസ് സംഘം. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇനിയുള്ള നടപടികൾ എന്തെല്ലാമാണ്? ഇപ്പോഴെവിടെയാണുള്ളത്? പ്രജ്വൽ രേവണ്ണ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം എങ്ങോട്ടാണ് കൊണ്ടുപോയത്? കൂടുതൽ വിവരങ്ങൾ. സ്മിത, 33 ദിവസത്തെ വിദേശത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ രാത്രി 12:48 ബംഗളൂരുവിൽ തിരിച്ചെത്തി. 12:48 മ്യൂണിക്കിൽ നിന്നുള്ള വിമാനം ബംഗളൂരുവിൽ എത്തിയത്. അതിനുശേഷം നിമിഷങ്ങൾക്കകം തന്നെ എമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് പ്രത്യേക അന്വേഷണ സംഘം പ്രജ്വലിനെ ആദ്യം കസ്റ്റഡിയിലെടുത്തു. അതായത് വൻ സന്നാഹവുമായിട്ടായിരുന്നു SIT ടീം ഈ വിമാനത്താവളത്തിൽ കാത്തിരുന്നത്. എമിഗ്രേഷൻ പോയിന്റിൽ വെച്ച് നേരത്തെ തന്നെ നമുക്കറിയാം ബ്ലൂ കോർണർ നോട്ടീസ്, അതോടൊപ്പം തന്നെ ലുക്കൌട്ട് സർക്കിൾ ഉൾപ്പെടെ പുറത്തിറങ്ങിയതാണ്. അതിന്റെ ഭാഗമായി എമിഗ്രേഷൻ പോയിന്റിൽ പ്രജ്വലിനെ തടഞ്ഞു വെക്കുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തിന് കൈമാറുന്നു. കസ്റ്റഡിയിലെടുത്ത ശേഷം ഉടൻ തന്നെ പ്രജ്വലിനെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കാണിക്കാതെ SIT ഓഫീസിലേക്ക് മാറ്റി അവിടെ എത്തിയതിനു ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അല്പസമയത്തിനകം പ്രജ്വൽ രേവണ്ണയുടെ പ്രാഥമികമായിട്ടുള്ളൊരു ചോദ്യം ചെയ്യൽ ആരംഭിക്കും. അതിനുശേഷം വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തീകരിച്ചായിരിക്കും ഇന്ന് പ്രജ്വൽ രേവണ്ണയെ കോടതിയിൽ ഹാജരാക്കുക. അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കസ്റ്റഡി അപേക്ഷ ഉൾപ്പെടെ നൽകും. ഈ കേസിൽ ഒട്ടനവധി കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതിനായി പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്യണം. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കമുണ്ടാവുക. എന്തായാലും വലിയ രാഷ്ട്രീയ വിവാദമായ, വലിയ കോളിളക്കമായ സംഭവത്തിലാണ്, കേസിലാണ് ഒരു മാസത്തിന് ശേഷം പ്രജ്വൽ രേവണ്ണ നാട്ടിൽ തിരിച്ചെത്തിയത്. അതും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് പ്രജ്വൽ ബംഗളൂരുവിൽ തിരിച്ചെത്തുകയും നിലവിൽ ഇപ്പോൾ പ്രജ്വലിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിനകത്ത് അന്വേഷണ സംഘം പറയുന്നതനുസരിച്ച് പ്രജ്വലിൽ നിന്ന്, അതായത് പ്രജ്വലിന്റെ മൊബൈൽ ഫോണിലാണ് ദൃശ്യങ്ങൾ ഉൾപ്പെടെ, അതായത് പുറത്തു വന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ചത്. അതിലുൾപ്പെടെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട്. മറ്റ് സാങ്കേതികമായ ഒട്ടനവധി പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ പ്രജ്വലിനെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. പോൺ സ്റ്റാർ സ്റ്റോമി ഡാനിയൽസിന് നൽകിയ പണം മറച്ചുവെക്കാൻ ബിസിനസ് രേഖകൾ തിരുത്തി എന്ന കേസിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് കോടതി. ന്യൂയോർക്ക് കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധി ജൂലൈ 11 ഉണ്ടാകും. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങളുമായി. മധു, വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് ട്രംപ് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ?
ഗുഡ് മോർണിംഗ് സ്മിത. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമുള്ളപ്പോൾ അമേരിക്ക മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന ഒരു കോടതി വിധിയാണ് ഇന്ന് മൻഹാട്ടനിലെ കോടതി മുറിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെതിരെ പുറത്തു വന്നിരിക്കുന്നത്. നീലചിത്രങ്ങളിലെ നായിക സ്റ്റോമി ഡാനിയൽസിന് ഹഷ്മണി നൽകി എന്ന കേസിൽ ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള കുറ്റാരോപണത്തിലെ 34 കുറ്റങ്ങളിലും ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് ഈ 12 അംഗ ജൂറി കണ്ടെത്തുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപുമായി നടന്ന ഒരു ലൈംഗിക ബന്ധത്തിന്റെ വിവരങ്ങൾ പുറത്തു പറയാതിരിക്കുവാൻ നിശബ്ദയാകുവാൻ വേണ്ടി ട്രംപിന്റെ വക്കീൽ മൈക്കിൾ കോഹൻ മുഖേന $130,000 നൽകി. പിന്നീട് ഈ പണം വക്കീലിന് മടക്കി നൽകുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് തന്റെ ബിസിനസ് റെക്കോർഡുകളിൽ കൃത്രിമം കാണിച്ചു എന്നതാണ് പ്രധാന കുറ്റം. 4 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ 12 അംഗ ജൂറി കണ്ടെത്തിയിരിക്കുന്നത്. വിധി പ്രസ്താവിക്കുമ്പോൾ കോടതി മുറിയിൽ ഉണ്ടായിരുന്ന ഡൊണാൾഡ് ട്രംപ് വളരെ നിർവികാരനായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ എറിക്കും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനൊപ്പം. കോടതി മുറിയിൽ നിന്ന് പുറത്തു വന്ന ഡൊണാൾഡ് ട്രംപ് ജഡ്ജിക്കെതിരെയും വിധിക്കെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്. ജഡ്ജിന്റെ തീരുമാനം പക്ഷപാതപരമാണെന്ന് ആരോപിച്ച ഡൊണാൾഡ് ട്രംപ് യഥാർത്ഥ വിധി നവംബർ 5-ന് അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 11-നായിരിക്കും ഈ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയ ട്രംപിന്റെ ശിക്ഷ എന്താണെന്ന് കോടതി വിധിക്കുക. ഡൊണാൾഡ് ട്രംപ് ജാമ്യമെടുക്കുകയും വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുകയും ചെയ്യുവാനാണ് സാധ്യത എന്നാണ് ഒരു വിലയിരുത്തൽ. തന്നെ ഒരു രാഷ്ട്രീയ ബലിയാടാക്കി ചിത്രീകരിച്ചുകൊണ്ട് വരാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ ഈ വിധിയുടെ വെളിച്ചത്തിൽ ഇതിന്റെ നേട്ടം കൊയ്യുവാനുള്ള ശ്രമങ്ങൾ ഡൊണാൾഡ് ട്രംപ് തുടങ്ങി വെക്കുകയും ചെയ്തു. സ്മിത, ശരി. ഹാഷ്മണി കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി. ശിക്ഷാവിധിക്കെതിരെ ആഞ്ഞടിച്ച് ഡൊണാൾഡ് ട്രംപ്. മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. പ്രധാനമന്ത്രി മത്സരിക്കുന്ന വാരാണസി അടക്കം 57 മണ്ഡലങ്ങൾ അവസാന ഘട്ടത്തിൽ ബൂത്തിലെത്തും. പരസ്യ പ്രചരണം ഇന്നലെ അവസാനിച്ചു. ശക്തമായ നിശബ്ദ പ്രചരണമാകും ഈ മണ്ഡലങ്ങളിൽ ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുക. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ഉണ്ടായ വോട്ട് കുറവ് ഇരുവിഭാഗങ്ങളെയും ഒരുപോലെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലെ കടുത്ത ചൂട് നാളത്തെ വോട്ടിങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഇന്ത്യ മുന്നണിയുടെ യോഗവും നാളെ ഡൽഹിയിൽ ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരിയിലെ ധ്യാനം 2ാം ദിവസം തുടരുന്നു. 2 ദിവസങ്ങളിലായി ആകെ 45 മണിക്കൂർ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി ധ്യാനത്തിലിരിക്കും. കന്യാകുമാരിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. വിവേകാനന്ദ പാറയിലേക്ക് നാളെ വരെ സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പീരുമേട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. LDF-ലെ വാഴൂർ സോമന്റെ വിജയം ചോദ്യം ചെയ്ത് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് നൽകിയ ഹർജിയിലാണ് വിധി. വസ്തുതകൾ മറച്ചുവെച്ചാണ് വാഴൂർ സോമന്റെ സത്യവാങ്മൂലം എന്നാണ് തെരഞ്ഞെടുപ്പ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. നാളെ വിരമിക്കുന്ന ജസ്റ്റിസ് മേരി തോമസ് ആണ് ഇന്ന് രാവിലെ 11 മണിക്ക് വിധി പ്രസ്താവിക്കുക. വാഴൂർ സോമനെ വിജയിയായി പ്രഖ്യാപിച്ച റിട്ടേണിംഗ് ഓഫീസറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് ഹർജിക്കാരന്റെ ആക്ഷേപം. 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതിൽ അന്വേഷണം വേണമെന്ന് കുടുംബം. മാതാവ് രജനി മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകി. നിർണായക തെളിവായ മൊബൈൽ ഫോൺ അതിരപ്പള്ളി CI ആഡ്രിക് ഗ്രോമിക് നശിപ്പിച്ചു എന്നാണ് റൂബിന്റെ മൊഴി. സുരേഷ് സജി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സുരേഷ്, ഇപ്പോൾ കുടുംബം പരാതിയുമായി മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കൂടുതൽ വിവരങ്ങൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചു. മൊബൈൽ ഫോൺ നശിപ്പിച്ചത് തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് എന്നുള്ള പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയിലാണോ ഇപ്പോൾ മുന്നോട്ടുള്ള ഈ നടപടികളിലേക്ക് കുടുംബം കടക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ മൊബൈൽ ഫോൺ നശിപ്പിച്ചതിലൂടെ ഉദ്ദേശിക്കുന്നത് തെളിവ് നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ CA ആയിട്ടുള്ള ആൻഡ്രിക് ഗ്രോമിക് ലക്ഷ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ തെളിവ് നശിപ്പിച്ചതിന്റെ പേരിൽ ഈ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഈ റൂബിൻ ലാലിന്റെ അമ്മ രജനി മുന്നോട്ട് വെക്കുന്നത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി കുടുംബം കൈമാറിയിരിക്കുന്നത്. അതോടൊപ്പം പറയുന്നത് ഈ മൊബൈൽ ഫോണിന് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അന്ന് അമ്മ പറയുന്നത് രാത്രി അമ്മ കിടക്കുന്ന സമയത്ത് മകൻ റൂബിൻ ഫോൺ ചെയ്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് പിന്നീട് പോലീസ് വീട്ടിലെത്തി റൂബിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിക്രൂരമായി അറസ്റ്റ് ചെയ്ത് പിന്നീട് ജയിലിലടയ്ക്കുന്ന. ഇതിനിടയിൽ പോകുന്ന വഴിക്ക് അതിരപ്പള്ളി കണ്ണൻകുഴിയിൽ വെച്ച് മൊബൈൽ ഫോൺ റോട്ടിൽ എറിഞ്ഞു പൊട്ടിച്ച ശേഷം കണ്ണൻകുഴി തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് റൂബിൻ പറയുന്നത്. CA ആൻഡ്രിക് ഗ്രോമിക് ആയിരുന്നു
ഇതിന് നേതൃത്വം കൊടുത്തതെന്നും പറയുന്നു. അതോടൊപ്പം തന്നെ ഈ ജാക്സൺ ഫ്രാൻസിസ് ബീറ്റ് ഓഫീസറായിട്ടുള്ള ജാക്സൺ ഫ്രാൻസിസ് റൂബിൻ ലാലിനെ മർദ്ദിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഈ മൊബൈൽ ഫോണിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മൊബൈൽ ഫോൺ തകർത്തത് എന്നുള്ള വിശ്വാസമാണ് കുടുംബത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. സ്മിത. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് കാലവർഷം സജീവമാകാൻ സാധ്യത. 12 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരവും കൊല്ലവും ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ ചക്രവാത ചുഴി രൂപപ്പെട്ടതാണ് ശക്തമായ മഴയ്ക്ക് കാരണം. കേരള തീരത്ത് ശക്തമായ കാറ്റിനും സാധ്യത. അടുത്ത 4 ദിവസം കനത്ത മഴ തുടരും. മലയോര മേഖലകളിൽ മഴയും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. 55 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്തും ലക്ഷദ്വീപ് പ്രദേശത്തും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കൊച്ചിയിലെ വിവിധ പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് ആരംഭിക്കും. തോടുകളും കാനകളും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വൃത്തിയാക്കും. വെള്ളക്കെട്ടിനെ ചൊല്ലി കളമശ്ശേരി നഗരസഭയിൽ ഭരണ പ്രതിപക്ഷ പോര് മുറുകുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രി പി രാജീവിന്റെ ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തും. നഗരസഭയുടെ മുന്നിൽ CPIM-ന്റെ പ്രതിഷേധവുമുണ്ടാകും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി ഉടൻ ഉണ്ടാകും. കേസിൽ അറസ്റ്റിലായ വളാഞ്ചേരി SI ബിന്ദുലാലിനെ ഇന്ന് സസ്പെൻഡ് ചെയ്തേക്കും. 2ാം പ്രതിയായ വളാഞ്ചേരി സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ ദാസ് ഒളിവിലാണ്. സംഭവത്തിൽ മലപ്പുറം SP ഇന്ന് DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിനുശേഷമാകും ഇൻസ്പെക്ടർക്കെതിരായ നടപടി. അതേസമയം ഒളിവിൽ പോയ സുനിൽ ദാസിനെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് ശ്രമം ഊർജിതമാക്കി. പ്രഭാത വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികൾ നൽകിയ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി CBI ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ കേസ് ഡയറി അടക്കം പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി വിധി പറയുന്നത്. സിദ്ധാർത്ഥന്റെ മാതാവിനെ ഹൈക്കോടതി കക്ഷി ചേർത്തിരുന്നു. CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടിൽ പ്രതികളുടെ പങ്ക് വ്യക്തമാണെന്നും അതിനാൽ ജാമ്യാപേക്ഷ തള്ളണമെന്നുമാണ് സിദ്ധാർത്ഥന്റെ മാതാവിന്റെ ആവശ്യം. അതേസമയം ശരിയായ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കുറ്റപത്രം സമർപ്പിച്ചതെന്നും 60 ദിവസമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണെന്നും ജാമ്യം നൽകണമെന്നുമാണ് പ്രതികളുടെ വാദം. തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ KSU ക്യാമ്പിലുണ്ടായ കൂട്ടത്തല്ലിൽ KPCC അന്വേഷണ സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും. റിപ്പോർട്ടിൽ KSU സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുണ്ടാകുമെന്നാണ് സൂചന. പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ വീഴ്ച ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ചിരുന്നു. നെടുമങ്ങാട് കോളേജിലെ പ്രാദേശിക വിഷയമാണ് തർക്കത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. എന്നാൽ KSUവിലെ ഗ്രൂപ്പ് തർക്കം ഉൾപ്പെടെ തമ്മിൽ തല്ലിന് കാരണമായി എന്ന നിലയിലാകും അന്തിമ റിപ്പോർട്ടെന്നും സൂചനയുണ്ട്. സ്കൂൾ തുറക്കാറായിരിക്കുന്നു. സ്കൂളിലേക്ക് വയനാട് കബനിഗിരി നിർമ്മല ഹൈസ്കൂൾ കളർഫുള്ളാണ്. കലാധ്യാപകനായ പുൽപ്പള്ളി സ്വദേശി ബിനു ആണ് ആ നിറങ്ങൾക്ക് പിന്നിൽ. പുതിയ അധ്യയന വർഷം തുടങ്ങുമ്പോൾ മതിലും ചുവരുമെല്ലാം മുഖം മിനുക്കി നിൽക്കുകയാണ്. കബനിഗിരി നിർമ്മല ഹൈസ്കൂളിലേക്ക് 1 വർഷം മുമ്പ് എത്തിയതാണ് ബിനുമാഷ്. വരയ്ക്കാനറിയാത്ത കുട്ടികൾക്ക് പോലും ബ്രഷും പെയിന്റും നീട്ടി അവർക്ക് ആത്മവിശ്വാസം നൽകി. പിന്നീട് ഇങ്ങോട്ട് കണ്ടത് 500ഓളം ചിത്രങ്ങളുടെ പിറവി. പൊടി പിടിച്ചു കിടന്നിരുന്ന ക്ലാസ് മുറിയുടെ ചുവർ കുട്ടികൾ തന്നെ വെള്ളയടിച്ച് മനോഹരമാക്കി. വരച്ച ചിത്രങ്ങളത്രയും ഭിത്തിയിൽ ചേർത്ത് വെച്ചു. സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഇത്രയും വലിയ ആർട്ട് ഗാലറിയുള്ള സ്കൂൾ മറ്റൊരിടത്ത് സാധ്യതയില്ല. ഇവിടെയുള്ള സകല കുട്ടികളെ കൊണ്ടും 500-ൽ പരം ചിത്രങ്ങളാണ് ഈ ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ചിത്രങ്ങൾ അവരെ കൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ച്, അവരെ കൊണ്ട് തന്നെ വരപ്പിച്ച്, അവരെ കൊണ്ട് തന്നെ എല്ലാം ചെയ്യിപ്പിച്ച് ഈ ഗാലറി പെയിൻ്റ് അടി തൊട്ട് ആ ചിത്രങ്ങൾ ഫിറ്റ് ചെയ്യാൻ വരെ ഞാൻ അവർക്ക് മേൽനോട്ടം നൽകി എന്നല്ല, എല്ലാ കാര്യങ്ങളും കുട്ടികളാണ് ക്രമീകരിച്ചത്. അൽനയും അലോഷിയും ആതിരയും അലീറ്റയും ജിയയും അലൈക്കയും അടക്കമുള്ള കുട്ടികൾ പഠനത്തിൽ മാത്രമല്ല വരയിലും മികവ് തെളിയിക്കാനുള്ള വഴിയായി ബിനുമാഷു മാറി. കുറേ വരയ്ക്കാൻ വേണ്ടി നമുക്ക് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കൂടുതലായിട്ട് ഞാനിതുവരെ അങ്ങനെ വരച്ചിട്ടില്ലായിരുന്നു. എനിക്ക് വരയ്ക്കാനൊട്ട് അറിയത്തില്ലായിരുന്നു. സാറ് വന്നതിന് ശേഷമാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. ഇതൊരു ഒരു ഇരുണ്ട് മൂടി കിടന്നൊരു ഇതായിരുന്നു. സാറിൻ്റെയും ബാക്കിയുള്ള പിള്ളേരുടെ എല്ലാവരുടെയും ഒരു ഇത് കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു നല്ല ഒരു
കളർഫുള്ളായിട്ടുള്ള ഒരു ഇത് ഞങ്ങൾക്ക് ഇവിടെ ഇതാക്കാൻ പറ്റി. ആദ്യം ഇതൊക്കെ ഇവിടെ ലൈബ്രറി ആയിരുന്നു, പിന്നെ അത് മൊത്തം അടിച്ചു വാരി, പിന്നെ അത് പെയിൻ്റ് അടിച്ച്. സാറ് വന്നപ്പോഴാണ് ഇത്രയും മാറ്റങ്ങളാണ് ഉണ്ടായത്. അല്ലാത്തപ്പം സാറ് വരും ക്ലാസ് എടുക്കും പോവും. ഇപ്പം ഞങ്ങൾക്ക് തന്നെ വരയ്ക്കാൻ തന്നെ നല്ലപോലെ പറ്റുന്നുണ്ട്. ആദ്യമൊക്കെ കുറേ പ്രശ്നം തെറ്റി, എന്നിട്ട് വീണ്ടും പറിച്ചെടുത്ത് വീണ്ടും അങ്ങനെ ഒട്ടിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ മനോഹരമായ ഒരു ഗാലറി ഉണ്ട്. അവധിക്കാലം പിന്നിട്ട് സ്കൂൾ തുറക്കുമ്പോൾ മതിലുകളിലും ചുവരുകളിലുമെല്ലാം മാഷും കുട്ടികളും ചേർന്ന് വരച്ചു തീർക്കുകയാണ് ചിത്രങ്ങൾ. ഇനി 8ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ് ഈ ചിത്രങ്ങളെ കാണുവാനും ഇതിലേക്ക് ആകർഷിക്കുവാനും. ഇനി ഇതിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ ഇനി വരുന്ന കുട്ടികളാണ് ചെയ്യേണ്ടത്. അവിടെ ബാക്കി അവരെ കൊണ്ട് കവർ ചെയ്യിപ്പിക്കണം. പുതിയ കുട്ടികൾക്കും ഒരു അനുഭവമാവട്ടെ. ഒരു ചുവരിനെ പൂർണ്ണമായും നിറപ്പക്ഷിയുടെ ചിറകുകളാക്കി അത് പിന്നെ സ്കൂളിലെ ഒരു ഫോട്ടോ പോയിന്റായി മാറി. ഇവിടെ പഠിച്ചവർക്ക്, നിലവിൽ പഠിക്കുന്നവർക്ക്, ഇനി പഠിക്കാൻ ഇരിക്കുന്നവർക്ക്, അതിഥികളായി എത്തുന്നവർക്ക് ഇവിടെ നിന്നൊരു ചിത്രം പകർത്താം, ഓർമ്മയായി സൂക്ഷിക്കാം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. മനോഹരമായി വർണ്ണ കാഴ്ചയാണ് സ്കൂൾ തുറക്കുന്ന കുട്ടികളെ കാത്തിരിക്കുന്നത്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. തൃശൂർ വാടാനപ്പള്ളി സംസ്ഥാന പാതയിൽ പെരുമ്പുഴ പാടത്ത് കലുങ്ക് അപകടാവസ്ഥയിൽ. വാഹനങ്ങൾ കടന്നുപോകുന്ന ഭാഗത്ത് കരിങ്കൽ കെട്ടിടിഞ്ഞു. നീർച്ചാലിന് കുറുകെയുള്ള സ്ലാബുകളും തകർന്ന നിലയിലാണ്. ഇതോടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ഭീഷണിയാവുകയാണ്. പെരുമ്പുഴ പാടത്ത് ഒന്നാമത്തെ പാലത്തിന് മുൻപുള്ള കല്ലുങ്കാണ് അപകടാവസ്ഥയിൽ. 1 മീറ്ററോളം വീതിയിൽ വെള്ളമൊഴുകുന്ന ചാലിന് മുകളിൽ സ്ലാബുകൾ സ്ഥാപിച്ച് അതിനു മുകളിൽ ടാർ ചെയ്താണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. സ്ലാബിന് താങ്ങാകേണ്ട കോൺക്രീറ്റ് ബീമുകൾ തകർന്ന നിലയിലാണ്. സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം ഇടിഞ്ഞു. ഞങ്ങള് കള തുറക്കാൻ വന്ന വെള്ളം വിടാനായിട്ട് വന്നതിന്റെ ഉള്ളിൽ ആ കാട് ഇതൊക്കെ വെട്ടി നോക്കിയപ്പോ ആകെ കരിങ്കലൊക്കെ ഇടിഞ്ഞെടുക്ക. ഇപ്പുറത്തെ സൈഡ് ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി. സ്ലാബ് ഒരു ബീമു മാത്രം വെക്കണം, വേറെ പിടുത്തൊന്നുമില്ല. ഇത് വലിയ വണ്ടികൾ പോയി അവിടെ സൈഡ് ചാരി പോകാൻ കഴിഞ്ഞാൽ സ്ലാബ് അങ്ങനെ വീഴും. കൊടയാട്ടി പാടശേഖരത്തിൽ നിന്ന് വെള്ളമൊഴുകിപ്പോകാൻ തടസ്സം വന്നതിനെ തുടർന്ന് നീർച്ചാൽ വൃത്തിയാക്കാൻ വന്ന തൊഴിലാളികളാണ് കല്ലുങ്കിന്റെ അപകടാവസ്ഥ കണ്ടെത്തിയത്. ഇതിന്റെ വ്യാപ്തി കണ്ടത് അടിയിൽ വന്ന് ഞങ്ങൾ പണിയെടുക്കുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോ ടോറസുകൾ ഇവിടെ റോഡ് പണി നടക്കണ കാരണം ഒരുപാട് വലിയ വണ്ടികൾ പോണതാ. ഈ സൈഡില് 3 അടിയോളം ഉള്ളിലേക്ക് തുറന്നിട്ട് കിടക്കണ ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ 2 സൈഡും വണ്ടികൾ ഇവിടെ സൈഡിലേക്ക് സൈഡാക്കിയ അപ്പൊ ഇടിക്കും അവിടെ. ടോറസ് ലോറികളും യാത്രാ ബസ്സുകളും അടക്കം വാഹനങ്ങൾ ചീറിപ്പായുന്ന സംസ്ഥാന പാതയിൽ വലിയ അപകടമാണ് പതുങ്ങിയിരിക്കുന്നത്. മഴ പെയ്ത് വെള്ളം കൂടുമ്പോൾ കല്ലുങ്കിനുള്ളിലൂടെ കൂടുതൽ ജലം പ്രവഹിച്ചാൽ കല്ലുങ്കിന്റെ വശങ്ങൾ ഒലിച്ചുപോയി മുകൾ ഭാഗം താഴേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. 24 തൃശൂർ. മറ്റു പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. ഇന്ന് മെയ് 31 സംസ്ഥാനത്ത് ഇന്ന് സർക്കാർ ജീവനക്കാരുടെ കൂട്ടവിരമിക്കൽ. 16,000-ഓളം ജീവനക്കാരാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നത്. പിരിയുന്നവരിൽ പകുതിയോളം പേർ അധ്യാപകരാണ്. സെക്രട്ടേറിയറ്റിൽ നിന്ന് 5 സ്പെഷ്യൽ സെക്രട്ടറിമാർ അടക്കം 15 പേരാണ് വിരമിക്കുക. പോലീസിൽ നിന്നിറങ്ങുന്നത് 800-ഓളം പേർ. KSRTCയിൽ നിന്ന് ഡ്രൈവർമാരും കണ്ടക്ടർമാരും ചേർന്ന് 700-ഓളം പേർ വിരമിക്കുന്നു. KSEBയിൽ നിന്ന് 1010 പേർ വിരമിക്കും. എല്ലാ വകുപ്പുകളിലും വിരമിക്കുന്നവർക്ക് പകരം താഴെത്തട്ടിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം നൽകാനാണ് ആലോചന. കാസർഗോഡ് പാലായിൽ 7 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ടർപോളിൻ ഷീറ്റിനടിയിൽ ജീവിതം കഴിച്ചുകൂട്ടിയ ഷീബയ്ക്ക് വീടൊരുങ്ങുന്നു. പള്ളിക്കര സ്വദേശിയായ പ്രവാസി മലയാളിയും ദേശീയ സേവാഭാരതിയും കൈകോർത്താണ് വീട് നിർമ്മിക്കുന്നത്. ഇവരെ താൽക്കാലികമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റാനും തീരുമാനമായി. ഷീബയുടെ ദുരിതം പങ്കുവച്ച 24 വാർത്തയെ തുടർന്നാണ് നടപടി. 24 ഇംപാക്ട്. പാമ്പിൻ്റെ ശല്യം എല്ലായതുകൊണ്ട് ഇവിടെ നിൽക്കാനും കഴിയുന്നില്ല. കുഞ്ഞിനെ പിന്നെ ഇവിടെ കിടത്താനും കഴിയുന്നില്ല. 2 വർഷം മുൻപ് ആകെ ഉണ്ടായിരുന്ന വീട് തകർന്നതോടെ ഷീബയും കുഞ്ഞും അനുഭവിക്കുന്ന ദുരിതം 24 പുറത്തു കൊണ്ടുവന്നിരുന്നു. 7 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥ. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ദേശീയ സേവാഭാരതി കുടുംബത്തിന് വീടൊരുക്കാൻ മുന്നോട്ട് വന്നത്. പള്ളിക്കര സ്വദേശിയായ പ്രവാസി മലയാളിയുടെ പിന്തുണയോടെയാണ് വീട് നിർമ്മാണം. വീടിന്റെ കുറ്റിയടിക്കൽ ചടങ്ങ് പൂർത്തിയായി. ഈ കുടുംബത്തിൻ്റെ ദയനീയാവസ്ഥ 24 വാർത്ത പ്രക്ഷേപണം ചെയ്യുകയും അതിൻ്റെ ഒരു ബൈറ്റ് ഇത് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളത് അന്ന് ആ സമർപ്പണ ദിവസം തന്നെ ചർച്ച ചെയ്യുകയും ഞങ്ങൾ കൂട്ടത്തോടെ ഈ സ്ഥലം സന്ദർശിക്കുകയും ഇവരെ ഈ വീടിൻ്റെ ദയനീയാവസ്ഥ, ഈ കുടുംബങ്ങളുടെ അവസ്ഥ ഒക്കെ മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ എന്തു തന്നെയായാലും ഇവർക്ക് ഒരു വീട് പൂർത്തീകരിച്ച് കൊടുക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം സേവാഭാരതി നീലേശ്വരത്തുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട്
ഈ വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആളുകളും ഇവിടെ സന്ദർശിക്കുകയും പല ആളുകളും സഹായ വാഗ്ദാനം ചെയ്തുവെങ്കിലും ഒരു പ്രവാസി പള്ളിക്കരയില്ല, അദ്ദേഹം നമ്മളെ വിളിച്ച് ബന്ധപ്പെടുകയും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ ഇത് ചെയ്തു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞു. കുടിവെള്ളക്ഷാമം മനസ്സിലാക്കി വീടിന് സമീപം കുഴൽ കിണർ കുഴിച്ചെങ്കിലും ആവശ്യത്തിന് വെള്ളം ലഭിച്ചില്ല. ഇതിന് ആഴം കൂട്ടാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മഴ പെയ്തതോടെ ഷീബയെയും കുടുംബത്തെയും മറ്റൊരു വാടക വീട്ടിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലാണ് ദേശീയ സേവാഭാരതി. ഈ വീടിൻ്റെ പണി 5-6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചു കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ദിവസങ്ങളിലൊക്കെ ഇനി സമീപ പ്രദേശത്ത് ഇവരെ സുരക്ഷിതമായി താമസിപ്പിക്കാനുള്ള സൗകര്യവും സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ റെന്റ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചിട്ടുണ്ട്. 24-നും സുമനസ്സുകൾക്കും നന്ദിയെന്ന് ഷീബ. അന്നത്തെ വാർത്ത കണ്ടേ പിന്നെ ഒരുപാട് ആൾക്കാർ വിളിച്ചിരുന്നു. ഇപ്പോൾ സേവാഭാരതിക്കാർ വന്നിട്ട് ഒരു വീട് വെച്ച് തരാറിഞ്ഞു. അതിൻ്റെ കുറ്റിയിടൽ ചടങ്ങ് ഇന്നലെ നടത്തി. അതുകൊണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മൂത്ത മകൾക്കുള്ള പഠനോപകരണങ്ങൾ നാളെ കൈമാറും. 6 മാസത്തിനുള്ളിൽ വീട് പണി പൂർത്തിയാക്കാനാണ് ശ്രമം. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. മലമ്പാമ്പിനൊപ്പം ലഭിച്ച മുട്ടകൾ വീട്ടിൽ വിരിയിച്ച് പാമ്പ് പിടുത്ത വിദഗ്ധൻ. പട്ടണക്കാട് പാറയിൽ കുര്യൻചിറ തമ്പിയാണ് വീട്ടിൽ മലമ്പാമ്പിനെ അടയിരുത്തി 10 കുഞ്ഞുങ്ങളെ വിരിയിച്ചത്. മകൻ ശ്രീജിത്തും പാമ്പുകളുടെ പരിചരണത്തിന് അച്ഛനെ സഹായിക്കുന്നുണ്ട്. ഒരു മാസം മുൻപ് വീടിന് സമീപത്തെ ഒരു പുരയിടത്തിൽ മണ്ണ് JCB ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് മലമ്പാമ്പിനെ തമ്പി പിടികൂടിയത്. പാമ്പിനൊപ്പം 40 മുട്ടകളും പാമ്പിന്റെ സമീപത്ത് നിന്ന് ലഭിച്ചു. മലമ്പാമ്പിനെ കാട്ടിൽ വിടാനായിരുന്നു തമ്പി ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അനക്കം തട്ടിയ മുട്ട ഇനി കേടാകും, അത് വിരിയില്ല എന്ന് മനസ്സിലാക്കിയാണ് തമ്പിയും മകൻ ശ്രീജിത്തും ചേർന്ന് പാമ്പിനെയും മുട്ടകളെയും വീട്ടിലെത്തിച്ചത്. വീട്ടിൽ പാമ്പിന് അടയിരുന്ന് മുട്ട വിരിയിക്കാൻ പ്രത്യേക സൗകര്യമൊരുക്കി. കഴിഞ്ഞ ദിവസമാണ് മുട്ടകൾ ഓരോന്നായി വിരിഞ്ഞു തുടങ്ങിയത്. മകൻ ശ്രീജിത്ത് മുട്ട വിരിഞ്ഞു വരുന്ന പാമ്പുകൾക്ക് വേണ്ട പരിചരണവും നൽകും. ബാക്കിയുള്ള മുട്ടകളും ഉടനെ വിരിയുമെന്നാണ് തമ്പിയുടെ പ്രതീക്ഷ. ഏകദേശം ഒരു 10-15 പാമ്പോളം ഇപ്പം ഉണ്ട്. ഇപ്പോൾ വിരിഞ്ഞതും അല്ലാത്തതും ആയ ഫ്രഷായിട്ടുള്ള പാമ്പും അല്ലാതെ പഴയ നല്ല പ്രായമുള്ള പാമ്പ് 10-40 കിലോ വരുന്ന പാമ്പുകൾ വരും പാമ്പ് ഉണ്ട്. ഏകദേശം ഒരു 10-600 മേൽ പാമ്പ് ഇപ്പോൾ അവരുടെ കണക്ക് പ്രകാരം ഈ ഫോറസ്റ്റുകാർ എഴുതിക്കൊണ്ട് പോകുന്നുണ്ട്. ഓരോ ആഴ്ചയിലും കൊണ്ടുപോകുന്ന പാമ്പിൻ്റെ എണ്ണം, അതിൻ്റെ ഇനം എല്ലാം എഴുതുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നലെ ഉച്ചയ്ക്ക് തമ്പിയുടെ വീട്ടിലെത്തി പാമ്പിൻ കുഞ്ഞുങ്ങളെ കാട്ടിൽ വിടാനായി കൊണ്ടുപോയി. വനം വകുപ്പിന്റെ അനുവാദത്തോടെ വലിയ പാമ്പിനെ തമ്പി വീട്ടിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തുറവൂർ ജംഗ്ഷനിൽ തയ്യൽക്കട നടത്തുന്ന തമ്പി ഇതിനകം ചേർത്തല താലൂക്കിന്റെ വടക്കൻ മേഖലയിൽ നിന്ന് നിരവധി പാമ്പുകളെയാണ് പിടികൂടി വനം വകുപ്പിന് കൈമാറിയിട്ടുള്ളത്. പാമ്പ് പിടുത്തത്തിൽ വനം വകുപ്പിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ചവരാണ് തമ്പിയും മകൻ ശ്രീജിത്തും. 24 ആലപ്പുഴ. പ്രഭാത വാർത്ത പൂർണ്ണമാകുന്നു.